ചെയ്യുകയും ചെയ്യുന്ന കാലാണ്. ഇരിക്കട്ടെ, എന്നിട്ട് നോക്കൂ, നിങ്ങൾ പറയുന്നത് പല നേതാക്കളും ധാർമ്മിക തകർച്ചയുടെ പ്രതീകങ്ങളായി. അന്ന് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കോഴിക്കോട് ഒരു പെൺവാണിഭ കേസിൽ ക്രൂരമായി വേട്ടയാടപ്പെട്ട കാലാണ്. അന്നാണ് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോൽക്കുന്നത്. ഇതെല്ലാം വെച്ച് മുനവെച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലും താറടിക്കുന്ന ലേഖനം സത്യധാരയിൽ അച്ചുനിരത്തുകയാണ്. എന്താ സത്യധാരക്കാരൻ പറയുന്നത്? പല നേതാക്കളും വ്യക്തി ധാർമ്മികമായി അധപ്പതിച്ചവരായി ദീനി തൽപരർ ലീഗിലേക്ക് എടുക്കാൻ മടിച്ചു നിന്നു. അങ്ങനെയാ ഞങ്ങൾ അകന്നത്. എന്തേ? ഞങ്ങൾ ദീനി താല്പര്യമുള്ളവരായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അറച്ചു നിന്നു. എന്തേ കാരണോ? അത് ലീഗിനോടുള്ള വെറുപ്പല്ല, പാണക്കാട് തങ്ങൾ നേതാവായതുകൊണ്ടുള്ള അസൂയല്ല, ആ പാണക്കാട് തങ്ങളെ ബഹുമാനിച്ചതുകൊണ്ട് ഈക്കനോടുള്ള ദേഷ്യമല്ല, മറിച്ച് ചിലതെല്ലാം അവിടെ നടക്കുന്നു. പക്ഷേ സങ്കടമുണ്ട്, അന്ന് നിങ്ങൾ റേറ്റ് അടിച്ച് ലീഗിനെ നിങ്ങൾ കേടുവരുത്താൻ കൂടെ നിന്ന് കൊടുത്തു. ആവശ്യമുള്ള പത്തുവയൊക്കെ കൊടുത്തു. നോക്കിങ്ങളെ, ഞങ്ങളുടെ നാട്ടിലെ ബഹുമാന്യനായ റഹ്മത്തുള്ള കാസിമി, അയാൾക്കൊരു തൗഫീഖൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കരുതിയതായിരുന്നു. പക്ഷേ തൗഫീഖ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല. ഇവിടെയും AP ഉസ്താദിന്റെ മഹത്താ നമ്മൾ കാണുന്നത്. അന്ന് അയാള് ഉസ്താദിനോടൊരു മാപ്പ് ചോദിച്ചപ്പോ നമ്മളത് വല്ലാതെ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചിരുന്നു. കാരണോ, അയാളെ മാപ്പിനൊരു പ്രാധാന്യമുണ്ട്. എന്താണത്? ഒരായുഷ്കാലം മുഴുവനും പറയേണ്ട തോന്നിവാസം ഒരൊറ്റ പ്രസംഗത്തിൽ പറഞ്ഞ മഹാനാണ്. അതുകൊണ്ട് തന്നെ അയാളെ മാപ്പിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ അന്ന് മാപ്പ് ചോദിക്കാൻ വേണ്ടി ഉസ്താദിന്റെ മുന്നിൽ അയാൾ വന്നപ്പോ ഉസ്താദ് പറഞ്ഞ വാക്കിന്റെ അക്ഷര വൈപുല്യോ എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ. എന്താ ഉസ്താദ് പറഞ്ഞത്? മോനെ, പറഞ്ഞതും പറയാനുള്ളതും ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. ഇപ്പൊ ഞങ്ങൾ ഉറപ്പിക്കുന്നു, ഇനിയും അയാൾക്ക് കുറച്ചുകൂടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് പൊരുത്തപ്പെട്ടു കൊടുക്കേണ്ടതുണ്ടാകും. കാരണം ഉസ്താദിന്റെ അക്ഷരങ്ങൾ അത് ബോധ്യപ്പെടുത്തുന്നു. കാസിമിയുടെ തിരിച്ചുപോക്ക് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ബോധ്യമാകുക. കാരണോ, അന്ന് അയാൾ ഇറങ്ങിപ്പോന്നത് ഗീബത്ത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായും മാപ്പ് ചോദിച്ച് തൗബ ചെയ്തു പോകണമെങ്കിൽ ആ തെറ്റിൽ നിന്ന് അയാൾ പിൻവാങ്ങിയേ പറ്റൂ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എന്നാൽ നോക്കുങ്ങള്, ലീഗ് നന്നാകണമെന്ന് കരുതി ഉലമാക്കൾ ലീഗിനെ ഗുണദോഷിച്ചപ്പോ ലീഗിനെ തെറ്റിലേക്ക് റേറ്റ് അടിച്ച് കൂടെ കൂട്ടിയവർ ആവശ്യത്തിനും അനാവശ്യത്തിനും ആയത്തും ഫത്വയും കൊടുക്കുക. അങ്ങനെയാണ് റഹ്മത്തുള്ള കാസിമി ഫത്വ കൊടുത്തത്. ആയത്തോതിയിട്ട് പറയാൻ മുസ്ലിം ലീഗ് സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണ്. ലീഗിനെ ശക്തിപ്പെടുത്തുക, ഒരുമിച്ച് നിൽക്കുക, ലീഗിനെ ശക്തിപ്പെടുത്തുക. ലീഗ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള സഭയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആരോ വാട്സപ്പ് ചോദിക്കുന്നുണ്ട്, മലബാറിന്റെ പുറത്ത് ഞാനും സ്വർഗത്തൊക്കെ ഉണ്ടാവൂലേ? ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ മാപ്പിളാര് മാത്രമുള്ള നാടാണ്. ഒരു ലീഗിനെ മസിത്ത് തെരഞ്ഞാൽ ലീഗാരനെ അവിടെ കാണൂല. അവിടുത്തെ ആൾക്കാരൊക്കെ ഇനി സ്വർഗത്തുക്കോ നരകത്തുക്കോ അതോ വേറെ വല്ല സ്ഥലത്തുക്കോ എവിടുക്കാ പോകാന്നറിയില്ല. ആനിമീങ്ങൾ ഇങ്ങനത്തെ മൂല്യന്മാരെയാണ് ഇസ്ലാമിക രാജ്യമുള്ള നാട്ടിൽ ഇവരൊന്നും മുക്കാലി കെട്ടിയടിച്ചാ പോരാ, ഫുൾക്കാല് കെട്ടിയടിച്ചെന്ന കോലാണ്. അതാണ് അവസ്ഥ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആലിമീങ്ങൾ ചെയ്യേണ്ട ബാധ്യതയാണോ ഇത്? ഇങ്ങനെ ഒരു ആലിമ ആയത്തോടാൻ പാടുണ്ടോ? ഇങ്ങനെ ആയത്തോടിയാൽ എന്റെ നാട്ടിലൊരു ലീഗാരഞ്ഞോട് പറഞ്ഞു, അങ്ങനെ മൂല്യർ ഓതണ്ടില്ലേന് ഉസ്താദേ, കാരണം ഞങ്ങൾക്കറിയ ലീഗ് ഉണ്ടാക്കാന്, ഇവരിങ്ങനെ ഓതിയാൽ ഞങ്ങളൊരു വോട്ട് പോവുകയേ ചെയ്യുള്ളൂ. നിങ്ങൾ ആലോചിച്ചു, ശരിയല്ലേ? മൂക്ക് കീഴ്പെട്ടായ മനുഷ്യനെ ഇത് തിരിയാൻ കിതാബോധന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ആയത്തുകളോതി ജനങ്ങളുടെ മുന്നില് രാഷ്ട്രീയ നപുംസകങ്ങളായി പണ്ഡിതന്മാര് മാറിയാൽ അരക്കാശിനി പണ്ഡിത വേഷധാരികളെ പറ്റുമോ മുസ്ലിമീങ്ങളെ? ഇതൊക്കെയാണ് ഇവിടെയുള്ള പ്രശ്നങ്ങള്. ഇനി നാളെ ഒരാള് ആയത്തോതിയിട്ട് കോൺഗ്രസ് സ്വർഗത്തിക്കാന്ന് പറഞ്ഞാലും അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കോ? നാളെ ഒരാള് ആയത്തോതി മാർക്സിസ്റ്റ് പാർട്ടി സ്വർഗത്തിക്കാന്ന് പറഞ്ഞാലും ഞങ്ങൾ ശബ്ദിക്കോ? അതൊരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള വെറുപ്പല്ല, അള്ളാഹുവിന്റെ ദീനിനോടുള്ള പ്രതിബദ്ധതയാണ്. ഇസ്ലാമായി കലർപ്പില്ലാതെ നിലനിൽക്കണം എന്ന പ്രതിബദ്ധതയാണ്. എന്നാൽ വേറൊരു സാധുണ്ട്, ഇൻസാറുള്ളൊക്കെ ചങ്ങാതി പറയാണ്, സമസ്തണ്ടായ സ്വർഗം കിട്ടും. അത് ശരിയാ. അതില്ലായി ജമിയ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വരക്കൽ തങ്ങളെ മുതൽക്ക് വിഭാവനം
ചെയ്ത ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത് അത് മുറുകെ പിടിച്ചാൽ സ്വർഗത്തിക്കാണ് എന്ന് അള്ളാഹ് നമുക്ക് തോഫീക്കട്ടെ. എന്നാൽ പിന്നെ അയാൾ പറയാൻ സമസ്ത ഉണ്ടായ സ്വർഗം കിട്ടും, ലീഗ് ഉണ്ടായ ദുന്യാവ് കിട്ടും. സമസ്ത ഉണ്ടായ ദുന്യാവ് ആഖിറം കിട്ടും, ലീഗ് ഉണ്ടായ ദുന്യാവും കിട്ടും. അത് ലീഗ് ഉണ്ടായാലും കിട്ടും, കോൺഗ്രസ് ഉണ്ടായാലും കിട്ടും, മാർക്സിസ്റ്റ് ഉണ്ടായാലും കിട്ടും. കൊണ്ടിറക്കണോ അന്തള്ളവനാണെങ്കിൽ. എന്റെ വിശ്വാസം അതാണ്. ഞങ്ങളുടെ വിശ്വാസം അതല്ല. കുഴപ്പമില്ല. അതെങ്ങനെയാ? ഇയാൾ വയലറിയാൻ വന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും കുഴപ്പമില്ല, എന്റെ വിശ്വാസം അതാണ്. അതിന് അയാൾ വയലറിയാൻ പറ്റും. ഇയാൾ എന്താ മൂമിനിങ്ങൾ വിശ്വസിക്കേണ്ടതെന്നല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? അതിനല്ലേ ഇയാൾ വയലറിയാൻ നിൽക്കണേ? എന്തായാലും മാർക്സിസ്റ്റുകാർക്കൊക്കെ നല്ല നമ്മളെ ലീഗ് തന്നെയല്ല. പാണക്കാട് തങ്ങളല്ല അവിടെ ഉള്ളത്. പാണക്കാട് തങ്ങൾ നല്ലതാണ്, അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നല്ലതാന്ന് വരൂല. എ പി ഉണ്ണികൃഷ്ണൻ പാണക്കാട് തങ്ങൾ മഹാനായതുകൊണ്ട് എ പി ഉണ്ണികൃഷ്ണൻ സ്വർഗത്തിക്കാന്ന് വരൂല. ഇനി ലീഗിൽ അയാൾ ചേർന്നതുകൊണ്ട് ഡയറക്റ്റായി സ്വർഗത്തിലെത്തുന്നു മാപ്പിളർക്ക് പറയാൻ വകുപ്പില്ല. മറ്റേ അച്യുതാനന്ദനും പിണറായിക്കല്ലോ ഒരിക്കലെങ്കിലും ഒന്നിട്ടിട്ടുണ്ടോ? അതെന്തിനാ മനുഷ്യന്മാരെ പഞ്ചായത്ത് റോഡ് ഉണ്ടാക്കാൻ ഒന്നുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഓകാലുണ്ടാക്കാൻ ഒന്നുണ്ടാക്കണോ? അത് അച്യുതാനന്ദനും പിണറായും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഉണ്ടാക്കട്ടെ. ആരാ ഞമ്മക്ക് പെരക്കാൻ 2 കല്ല് തരുന്ന് കുത്തിക്കോളിയും പോട്ട് അത്രേ പൈര് ആകത്തുകയുള്ളൂ. അല്ലാതെ സൂഫ തെരഞ്ഞ അന്തം പുരണ്ടൊരു ഫിക്കു പൈരില്ല. അത്രേ അതിൽ വിഷയമുള്ളൂ. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കേ, ഇവരിങ്ങനെ മുസ്ലിം ലീഗ് നന്നാകണം എന്ന് ചിന്തിച്ചല്ലേ പറയേണ്ടത്? അത് പറയാതിരുന്നപ്പോ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കൂട്ടുകാർ, മുസ്ലിം ലീഗിന്റെ നിഷ്കളങ്കരായ മക്കൾ ഈ ആലിമീങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോ ഈ കാട്ടുന്നതൊക്കെ സ്വർഗത്തിലേക്കാണ് മനസ്സിലാക്കി നമ്മുടെ ചെറുപ്പക്കാരുടെ വൃത്തികേടുകൾ എവിടെയെത്തി? ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോ എല്ലാ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഇങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങളെ വിമർശിച്ച മുസ്ലിം ലീഗിന്റെ ആളുകളുമുണ്ട്. പക്ഷേ എങ്കിലും എങ്ങനെ മുസ്ലിം ലീഗിൽ ഇത്തരം പ്രവർത്തകരുണ്ടായി? അത് ലീഗ് നേതാക്കളെ കുഴപ്പമല്ല. ലീഗിലെ ഉമറാക്കളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട മൗലിയമാര് കേവലം കൊട്ടാര മുക്തിമാരായി കോലം കെട്ടി തോന്നിവാസികളായി ഓശാന പാടിയപ്പോ ഉമറാക്കൾ നശിച്ചുപോയതാ. മുസ്ലിം ലീഗിലെ സാധാരണക്കാർ അപകടത്തിൽപ്പെട്ടുപോയതാ. നോക്കൂ നിങ്ങൾ, എത്ര വാർഡിൽ വനിതാ സ്ഥാനാർത്ഥികൾ വന്നു. അതിന്റെ വകുപ്പ് പിന്നെ നമുക്ക് പറയാം. അങ്ങനെ വന്നു തോറ്റ സ്ഥാനാർത്ഥികളുണ്ട്, അതിൽ പല പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തോറ്റപ്പോ മാപ്പളത്തറവാട്ടിൽ ജനിച്ച മുസ്ലിം ചെറുപ്പക്കാർ അങ്ങാടിയിൽ വന്ന് ചെയ്ത തോന്നിവാസോ സുഹൃത്തുക്കളെ നിരീശ്വരവാദികളിൽ നിന്ന് കണ്ടില്ല, അതുപോലെയുള്ള ആളുകളിൽ നിന്ന് കണ്ടില്ല. നോക്കൂ നിങ്ങൾ, സ്ത്രീകളുടെ കോലം കെട്ടിയിട്ട് ലൈംഗിക ആഭാസം ഒരു സ്ത്രീയുടെ രൂപത്തിൽ കാട്ടിക്കൂട്ടുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എത്ര സ്ഥലത്ത് ആഹ്ലാദ പ്രകടനം നടന്നു, എത്ര സ്ഥലത്ത് പടക്കം പൊട്ടിച്ചൽ നടന്നു. ഇത് സമുദായത്തിന് മുഴുവൻ ചീത്തപ്പേരായില്ലേ? എന്തേ കാരണോ? ഈ സമുദായത്തെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉലമാക്കൾ സമുദായത്തിലെ തെറ്റ് മിണ്ടാതെ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കാന്തപുരം മുസ്താദിനെതിരെ ദുരുപയോഗപ്പെടുത്താമെന്ന ദുരുദ്ദേശത്തോടെ അവരുടെ അബദ്ധങ്ങൾ വെള്ളപൂശാൻ ശ്രമിച്ച് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തപ്പോ സ്വാഭാവികമായും സാധാരണക്കാർ പലതും ചെയ്യാൻ തുടങ്ങി എന്ന് മാത്രമല്ല, ഈ മൂല്യമാരെ വിശ്വസിച്ചുകൊണ്ടല്ലേ അവർ ആലിമീങ്ങളെ തെറി പറഞ്ഞത്? അങ്ങനെയല്ലേ ആലിമീങ്ങളുടെ കോലം കത്തിച്ചത്? അങ്ങനെ കോലം കത്തിക്കുമ്പോഴും കൂലൂ തക്ബീർ വിളിക്കുന്ന അവസ്ഥ ഈ മുസ്ലിം ചെറുപ്പക്കാരിൽ ഉണ്ടായത് ഈ മൊയ്ലിയമാരുടെ തലതിരിഞ്ഞ കൊട്ടാര ഫത്വകളെ കൊണ്ടല്ലേ എന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ രൂപമുണ്ടാക്കലേ തെറ്റ്. അത് സമുദായം ബഹുമാനിക്കുന്നവരുടേതാകുമ്പോ പെരുന്തെറ്റ്. അതിന്റെ കൂടെ തെക്ബീർ ചൊല്ലുന്നതും മഹാതോന്നിവാസം. ഏതെങ്കിലും ഒരു മൂല്യാരെ നാഗനങ്ങിയത് കണ്ടോ മുസ്ലിമീങ്ങളെ നിങ്ങൾ? ഇവർ സാധാരണക്കാരാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ സമുദായത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും അള്ളാഹു നന്നാക്കി തരട്ടെ. അവരൊക്കെ നല്ല മക്കളാണ്. അവരുടെ വിവരക്കുറവ് കൊണ്ട് അവർ വിശ്വസിച്ച മൂല്യമാര് അവർക്കെല്ലാത്തിനും പച്ചക്കൊടി കാണിച്ചതുകൊണ്ട് ആ മക്കൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങളാണ്.
എന്നാൽ ആ മക്കളെ ഉപദേശിക്കുന്ന ആലിമീങ്ങളെ ഈ മൂല്യമാർ ഈ ചെറുപ്പക്കാരെ കൊണ്ട് തോന്നിവാസം വിളിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. ബാക്കി സുഹൃത്തുക്കളെ, എണ്ണിയത് മുഴുവൻ ആലിമീങ്ങളെ. ഈ മുസ്ലിം ലീഗിന്റെ കുട്ടികൾക്ക് ഈ ആലിമീങ്ങളെ ചീത്ത പറയേണ്ട ഒരു ആവശ്യമല്ല. ഈ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർക്ക് ഈ ആലിമീങ്ങളെ ചീത്ത പറയേണ്ട ആവശ്യമല്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കും ഈ ആലിമീങ്ങളെ ചീത്ത പറയേണ്ട രാഷ്ട്രീയപരമായ ഒരു ലാഭമല്ല. പിന്നെ ഈ കുട്ടികൾ ആർക്ക് വേണ്ടിയാണ് ഈ തോന്നിവാസം പറയുന്നത്? ഈ മൊയ്ലിയമാർക്ക് വേണ്ടിയാണ്. ആ കുട്ടികളെ കൊണ്ട് അവർക്ക് പറ്റാത്ത ആലിമീങ്ങളെ തോന്നിവാസം പറയിപ്പിക്കാൻ അവർ പകരം കൊടുക്കുന്ന പ്രത്യുപകാരം ഈ മക്കൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും പച്ചക്കൊടി കാണിച്ചു കൊടുക്കുക, അതിനെ വെള്ളപൂശി ആയത്തോതി കൊടുക്കുക എന്ന വൃത്തികേടാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ചെങ്ങലക്കാണ് ഭ്രാന്ത് പിടിക്കുന്നത്, ഇവിടെ വേലി തന്നെയാണ് വിളകുന്നത്. ഈ ഒരു അപകടം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലേബലിലാണെങ്കിൽ സാക്ഷാൽ ഏളാരി സംഘടനയുടെ ഔദ്യോഗിക സംഘടനയായ SKയുടെ ലേബലിൽ അതിനേക്കാളും വൃത്തികെട്ട തോന്നിവാസോ പബ്ലിക് നിരത്തുകളിൽ SKക്കാര് വിളിച്ചു കൂവുകയാണ്. സുഹൃത്തുക്കളെ, ഞമ്മക്ക് ആ സാധനം തൊട്ട ഏയത്തങ്ക കണ്ട സാധന മോൽക്ക് ഏറ്റവും നല്ല ദിക്ർ ആ സാധനത്തിന്റെ പേരാണ്. നിങ്ങൾ നോക്ക്, ഇതൊരു മതസംഘടനയുടെ പേരിലാണ് ഈ ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും വൃത്തികെട്ടവരാണെന്ന് പറഞ്ഞാൽ അത് അപകടമാകുമോ മുസ്ലിമീങ്ങളെ? ഞങ്ങൾക്ക് സങ്കടമല്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവിടുന്ന് മാറിയിരുന്ന് ഈ രാമന്തലിയെ അവിടെ ഇരുത്തിയാൽ ഞങ്ങൾക്കിതിൽ മനസാക്ഷിക്കുത്തില്ല. എന്നാൽ പിന്നെ ഊരണ കൗക്കോലും കിട്ടണമൊക്കെ ലാഭമാകുമായിരുന്നു. പക്ഷേ ഇത് ആലിമീങ്ങൾ മുന്നിൽ നിന്ന് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു, മഹാനായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തകൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെതിരെ, ഒരു സംഘടനയ്ക്കെതിരെ ഇത്തരം ആഭാസകരമായ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഇതാണ് ദീനും ദുന്യാവും തമ്മിൽ, ഹക്കും ബാത്തിലും തമ്മില്, ഖൈറും ശർറും തമ്മില്, നമ്മാടിത്തവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസമെന്ന് അനായാസകരമായി നിങ്ങൾ മനസ്സിലാക്കണോ സുഹൃത്തുക്കളെ? ഇനിയൊരു രസം തരങ്ങള് ഇവിടെ മുത്തുങ്കാലെന്നെ പടക്കം പൊട്ടിച്ചില്ലാതിരിക്കണേ, എന്നാൽ അപ്പുറത്തുള്ളവൻ തെരയുന്നത് ഇവന്റെ നമ്മളെ ചെറുവിരലിന് എവിടെ കേടെത്തിക്കണോന്നാ. വീട്ടിലാ പശുവിന് വല്ല പുല്ല് വരിയാൻ പോയപ്പോ നമ്മളെ ചെറിയെല്ലാം അരിവാളെത്തിക്കണോന്നുള്ളതാണ് അപ്പുറത്തുള്ളവര് പരിശോധിക്കുന്നത്. അപ്പുറത്ത് മുട്ടും കയ്യെന്ന് എല്ലാതെയായിട്ടുണ്ട്, അതവർക്ക് വിഷയമല്ല. എന്നിട്ട് ഇത്തരം വൃത്തികേടുകളൊക്കെ വിളിച്ചു പറയുന്ന SKക്കാർ സ്റ്റേജിൽ വന്നിട്ട് നമ്മളെ മുദ്രാവാക്യത്തെ വിമർശിക്കാൻ. നമ്മളിപ്പോ SKക്കാരെ പറ്റി പറഞ്ഞൊരു നല്ല തോന്നിയാസം കിട്ടും. അതെന്താ അറിയോ? ചേളാരിക്കാർ. ചേളാരിക്കാരെന്ന് പറഞ്ഞാൽ അതൊരു നിസ്ബയാണ്. അതിലിത്ര മോശം ഉണ്ടെങ്കിൽ ആ ഓഫീസ് അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്കും ആ നാട്ടുകാർക്കൊക്കെ നല്ലത്. എന്നാ ആ നാട്ടുകാരും രക്ഷപ്പെട്ട് നിങ്ങളും രക്ഷപ്പെട്ട്. അപ്പൊ ചേളാരിക്കാർ എന്ന പേരിൽ നമ്മൾ നടത്തിയൊരു മുദ്രാവാക്യം അത് വലിയൊരു സ്വബുലോപിക്കാത്തായിട്ടൊരു മൂല്യരെ അവതരിപ്പിക്കണം. ഞാൻ നിങ്ങൾക്ക് അവരുടെ മുദ്രാവാക്യം കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. എന്നിട്ടൊന്ന് കേട്ടോളി. ഓര് വിളിച്ചപ്പോ നിങ്ങൾ കേട്ടല്ലോ, രണ്ട് ജാനിബിൽ നിന്നിട്ടുള്ളതും രാഷ്ട്രീയത്തിൽ നിന്നിട്ടുള്ളതും മതത്തിൽ നിന്നിട്ടുള്ളതും കേട്ടു. ഇനി നമ്മൾ പറഞ്ഞോന്ന് കേട്ടു. ലോക്കൽ രാഷ്ട്രീയ പ്രവർത്തകന്മാരല്ല, നേരത്തെ ഇവിടെ ഫൈസ് സൂചിപ്പിച്ചതുപോലെയുള്ള വലിയ തലപ്പാവ് കെട്ടിയ ആളുകൾ സാധാരണക്കാരായ രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ സമസ്തയുടെ നേതാക്കന്മാരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യം ഞാൻ കേൾപ്പിക്കുക. നമ്മൾ തലീകെട്ടി പറഞ്ഞതാ, അത് തലീകെട്ടി പറയാൻ പറ്റിയത് തന്നെയാണ്.
എന്നാൽ നിങ്ങൾ പറഞ്ഞുണ്ടല്ലോ തുണി എടുത്തു വരെ പറയാൻ പറ്റിയ സംഗതി അല്ല. മനസ്സിലായില്ലേ? നിങ്ങള് പറഞ്ഞിട്ടതും നമ്മൾ പറഞ്ഞിട്ടതും സക്കാത്തൊന്ന് കണക്കൂട്ടിക്കോളി. നമ്മൾ പ്രചരിപ്പിച്ചതല്ല, മുജാഹിദിന്റെ പ്രഭാഷകന്മാരെ നാട് നിങ്ങളെ കൊണ്ട് കേൾപ്പിക്കുന്നതാണത്. മുജാഹിദിങ്ങൾക്കുള്ള പണി ഇപ്പൊ എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയത് കോല് പ്രചരിപ്പിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അതിന് ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കണം, മറ്റോക്കൊന്ന് ഏറ്റെടുക്കുകയും. മുജാഹിദിന്റെ നേതാക്കന്മാര് കേൾപ്പിച്ചുകൊണ്ട് നടക്കുന്ന ക്ലിപ്പ് സാന്ദർഭികമായിട്ടൊന്ന് കേൾപ്പിക്കണം. മുദ്രാവാക്യം പോലും മാറി. അങ്ങനെ തന്നെയാ വേണ്ടി. അല്ലാതെ നമ്മളെ മറ്റേ മുകളിലുള്ള നജസും ഇപ്പുറത്ത് തൊട്ട ഒന്നുമുറിയുള്ള സ്ഥലം ഇതൊന്നല്ല മുദ്രാവാക്യത്തിൽ വേണ്ടത്. മുദ്രാവാക്യത്തിൽ ഇതൊക്കെ തന്നെയാ വേണ്ടത്. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കി, ഇവിടെ മുട്ടും കാറ്റും കൈപ്പരി ഇല്ലാത്തോ നമ്മളെ ചെറിയേതെങ്കിലും അരിവാള് തെറ്റി കേട് നിൽക്കണോന്ന് പരിശോധിക്കാൻ. ഇതിനെന്താ നമ്മൾ പറയുന്ന മലയാളത്തിലെ പേര്? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ഒരു അവസ്ഥയിൽ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ഈ സമയത്തൊക്കെ ഇവര് മുസ്ലിം ലീഗിനെ വെള്ളപൂശാൻ നിന്നത് എന്തിനാണ്? ലീഗിനെ ഉപയോഗിച്ച് AP ഉസ്താദിനോടുള്ള വെറുപ്പ് പാസാക്കാനാണ്. അവർക്ക് പറ്റാത്ത കുറച്ച് മൂല്യന്മാരുണ്ട്. ആ മൂല്യന്മാരെ അടിക്കാനും അവരെ തെറിവിളിക്കാനും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ ഉണ്ടാക്കണം. അതിനാണ് ഇവർ ഈ പദവിയൊക്കെ കൊടുത്തത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. ഇതൊരു ഇത്തിക്കണ്ണിയാണ്. ഇത് ഈ പ്രസ്ഥാനത്തെ ക്യാൻസർ പോലെ നശിപ്പിക്കും എന്ന് മുസ്ലിം ലീഗിലെ യുവതലമുറക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ യസ്കക്കാരന്റെക്കളും തയ്യാറാകാതെ വന്നപ്പോ സ്വർഗത്തിലേക്കുള്ള ചിഹ്നമായി പരിചയപ്പെടുത്തിയ കോണി മറന്ന കാളികാവിൽ യസ്കക്കാര് അരിവാൾ ചുറ്റിയക്ക് വോട്ട് ചെയ്തു. എന്തേ കാരണോ? ആ ജിബിരിയിൽ പുതിയ ആയത്തിറക്കിയതല്ല. യസ്കക്കാർക്ക് മനസ്സിലായി ഇവരെ ചക്കൊൾത്തിപ്പോരിന് ഈ ലീഗിലെ നേതാക്കളെ കിട്ടുന്നില്ല. അങ്ങനെയാണ് MSFന്റെ നേതാവ് TP അഷ്റഫ് അലി ഈ അമീദ് ഫൈസി അമ്പലക്കടവിന് മുഗല്ലദായ നജസായി മാറിയത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കാണാനുണ്ട്. സാക്ഷാൽ TP അഷ്റഫ് അലി കാളികാവിൽ മത്സരിച്ചത് ഒറിജിനൽ അരിവാൾ ചുറ്റികയിലല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിഹ്നത്തിലല്ല. സാക്ഷാൽ സ്വർഗത്തിലേക്ക് കയറേണ്ട കോണിച്ചിഹ്നത്തിലാണ്. പക്ഷേ ആ അഷ്റഫ് അലി കരുവാരക്കുണ്ട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴേ അമീദ് ഫൈസി വാല് പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയാൾ വാല് പൊക്കാൻ ആരംഭിച്ചപ്പോഴേ നമ്മളെ കുട്ടികൾക്ക് കാര്യവും തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലങ്ങൾക്ക് ശേഷം ബിസ്മീൻ ചൊല്ലി കോണിക്കൊരു വോട്ട് കുത്താന് കരുവാരക്കുണ്ട് ഡിവിഷനിലെ നമ്മളെ പ്രവർത്തകർക്ക് തൗഫീഖ് ഉണ്ടായി. അല്ലാഹു ആ തൗഫീഖ് നിലനിർത്തി തരട്ടെ. കാരണം എന്താ സുഹൃത്തുക്കളെ, അവിടെ ഹമീദ് ഫൈസി TP അഷ്റഫ് അലി നിന്നപ്പോഴേക്ക് മീഡിയ വണ്ണിൽ ഒരു പ്രസ്താവന ഇറക്കി. എന്തായിരുന്നു പ്രസ്താവന? ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണോ? മൂപ്പര് നരകവും മറന്നു, സ്വർഗം മറന്നു, ഖുർആനിലെ ആയത്തും മറന്നു. എന്തേ പ്രശ്നം? അഷ്റഫ് അലി ലീഗിന്ന് പോയതല്ല, മറിച്ച് അഷ്റഫ് അലിയെ പോലെ യൂത്ത് ലീഗിലെ യുവതലമുറ യസ്കക്കാരന്റെ ചക്കുളത്തിപ്പോരിന് വേണ്ടി സമുദായത്തിലുണ്ടാകുന്ന നല്ല മാറ്റങ്ങളും യോജിപ്പുകളും ഇല്ലാതെയാക്കരുത് എന്ന കൃത്യമായ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ കരുവാരക്കുണ്ടിൽ മത്സരിച്ച മുസ്ലിം പോലുമല്ലാത്ത ഒരു മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അമ്പലക്കടവ് പണിയെടുക്കുകയാണ്. അതിന്റെ ആദ്യ പ്രസ്താവനയായിരുന്നു മീഡിയ വണ്ണിൽ വന്നത്. ഇടതുപക്ഷത്തെ സഹായിക്കണോ? ഫാഷിസത്തിനെതിരായ ചെറുത്തുനിൽപ്പ് ആര് നടത്തുന്നുവെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പരിഗണിക്കേണ്ടതെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ്. അടിസ്ഥാനപരമായി കമ്മ്യൂണിസം ഇസ്ലാമുമായി യോജിച്ചു പോകുന്ന ആശയമല്ല. അത്തരം കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ വെച്ചു പുലർത്തുന്ന, ഇവിടെ സ്വീകരിക്കുന്ന മതേതര കാഴ്ചപ്പാട്, അത് തീർച്ചയായും ആ തരത്തിലുള്ള പാർട്ടികളെ പോലും എല്ലാ അർത്ഥത്തിലും ഫാഷിസത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും അവർക്ക് എല്ലാവിധ പിന്തുണയും സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. നിങ്ങൾ ഇതുവരെ ഏത് അടുപ്പിലേനി?
ഇടതുപക്ഷം മിഞ്ഞാന്നുണ്ടാക്കിയതല്ല ഇവിടെ സംഘടന. ഫാസിസ്റ്റുകൾ ഉണ്ടായിട്ടും കാലം കുറയായി. ഡിസംബറാണ് പള്ളി ഒഴിച്ചത്. ഈ വരുന്ന ഡിസംബറിൽ പൊളിക്കാനുള്ളതല്ല, കൊല്ലങ്ങളായി. എന്നിട്ടോ മോലിയാര് ഈ ഫാസിസം ചർച്ച ചെയ്യണ എവിടെയാ? നമ്മളെ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ? കേരളത്തിൽ ഇപ്പൊ ഫാസിസ്റ്റുകൾ ഗ്രാമപഞ്ചായത്തിക്കാണ് സുനാമിയായി വന്ന അതിനൊരു കണക്കില്ലേ മനുഷ്യന്മാരെ? അപ്പൊ ഇയാൾ വാല് പൊക്കണത് എവിടുക്കാ? അഷ്റഫ് അലിന്റെ നെഞ്ചത്തിക്കാ. എന്തേ പൊക്കാനുള്ള കാരണോ? ഇയാളെ ചക്കൊത്തിപ്പോരിന് ലീഗിലെ യുവതലമുറ നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ്. സംഘപരിവാർ ഫാഷിസത്തിനെതിരെ കോൺഗ്രസ് ഒരിക്കലും ശക്തമായ നിലപാടെടുത്തിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവതരമായി മുഖം നോക്കാതെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ച് രംഗത്ത് വരേണ്ടതാണ്. പക്ഷേ ആ തരത്തിൽ ഇപ്പോ ദേശീയ തലത്തിലായാലും ഈ കേരളത്തിലായിരുന്നാലും അത്ര ശക്തമായ നിലപാട് കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിക്കുന്നില്ല എന്ന ന്യായമായ സംശയം. അപ്പൊ പാണക്കാട് തങ്ങൾ പച്ച അന്തംഗമ്യായി നല്ല ഇയാള് പറഞ്ഞു. ഞമ്മക്ക് അഭിപ്രായമില്ലട്ടോ, ഞമ്മള് തങ്ങന്മാരെ ബഹുമാനിക്കുന്ന ആളാണ്. ഈ 20 MLA-മാരെ നിയമസഭയിൽ ഇരുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്ക് രാവും പകലും കൈയുയർത്തി വോട്ട് ചെയ്യുകയും ഡെസ്കിലടിച്ച് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന 20 MLA-മാർക്ക് പാർട്ടിയോതി പിൻബലം നൽകുന്ന പാണക്കാട് തങ്ങളാണോ അന്തമുള്ളയാള്, അതോ ഈ അമ്പലം പൈസയാണോ? ആരാണ്? നിങ്ങൾ പറയും. തല്ലിവിടെ തീരൂലട്ടോ, തുടങ്ങി തന്നിട്ടുള്ളൂ ഞങ്ങള്. ഇനി എവിടെയാണോ തല്ലണത് അവിടെ 1000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും. എഴുതി ഗ്യാരണ്ടി ഒപ്പിട്ടുതരാ. നിങ്ങളൊന്ന് തെറ്റി കിട്ടിയാൽ മതി, മുസ്ലിം ലീഗ് രക്ഷപ്പെട്ടു, ഉറപ്പാണ്. അപ്പോ സുഹൃത്തുക്കളെ, ലീഗുകാർ പൈന് കുത്തുബിയത്ത് നടത്തുന്നുണ്ട്, ഞങ്ങളെ വിളിച്ചുകൊണ്ട് അല്പം നിങ്ങളോട് പറയാ. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്ന് തെറ്റിക്കിട്ടാൻ ഉസ്താദെ ഒരു കുത്തുബിയത്ത് നമ്മളെ പെരി ചൊല്ലിത്തരണമെന്ന്, അതുപോലെ നമ്മളെ സ്ഥാപനത്തിക്ക് ഒരു ചാക്ക് അരി തരണമെന്ന് പറയുന്ന എത്ര ലീഗുകാരുണ്ട് നിങ്ങൾ? അള്ളാഹു ഓലൊക്കെ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? നിങ്ങള് കാളികാവിൽ KT മാനൂര്യര് എന്ന് പറഞ്ഞാല്, നമ്മളെ നാടൻ മലയാളത്തിൽ പറഞ്ഞാല് വല്ല ചോരിയെടുത്ത പച്ചക്കളറൈക്കാരെന്ന് കരുവാരക്കുണ്ടിലെ നാടന്മാര് പറയും. അത്ര ലീഗ് സ്നേഹിയാണ്. ആ മാനൂര്യര് ജീവൻ പകർന്ന് പടുത്തുയർത്തിയ ദാറുന്നജാത്തില് മാനോലിയാരെ മരുമകൻ അല്ലേ, AP ഉസ്താദിന്റെ മരവും മാനേജറായത് സുബ്ലോബിക്കാത്തിൽ കുറ്റേനി. എന്നാൽ മാനോലിയാരെ മരവും മരുന്നജാത്ത് മുഴുവൻ മുണിഞ്ഞാലും അത് കുറ്റാവൂല. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ പോണില്ല. ആ ദാറുന്നജാത്തിൽ EP അഷ്റഫ് അലിക്കെതിരെ, അതും മുസ്ലിം ലീഗിന്റെ MLA ആയ അഡ്വക്കറ്റ് ഉമർ ജനറൽ സെക്രട്ടറിയായ ദാറുന്നജാത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ അഷ്റഫ് അലിക്കെതിരെ കൺവെൻഷൻ വിളിക്കുന്ന ധിക്കാരത്തിലേക്ക് എസ്കക്കാര് വളരുകയാണ്. പക്ഷേ മുസ്ലിം ലീഗുകാര് പറഞ്ഞു, ദാറുന്നജാത്തിന്റെ മുറ്റത്ത് തോന്നിയാസം കളിച്ച മുട്ടുംകാൽ അടിച്ചു പൊട്ടിച്ചു. ധൈര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് യോഗം കൂടണമെങ്കിൽ ഞങ്ങൾ കൂടും. അത് മർക്കത്ത് കൂടണ്ടെന്നാ കൂടും, അല്ലിസാനിൽ കൂടണ്ടെന്നാ കൂടും, മാരിൽ കൂടണ്ടെന്നാ കൂടും. അത് ഞങ്ങളെ ചെലവിലുണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. അതേ സമയത്ത് എസ്കക്കാര് നിങ്ങൾക്ക് മഴയും വെയിലും കൊള്ളാതെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പടോ ലീഗിന്റെ തണലിലല്ലാതെ അള്ളാന്റെ ഭൂമിക്ക് മുകളിലില്ല എന്ന കാര്യം ഓർത്തിട്ട് മതി ലീഗിന്റെ നെഞ്ചത്തേക്ക് തുപ്പാൻ. അങ്ങനെ അവസാനം അമ്പലക്കടവ് പോയിട്ട് എന്ത് ചെയ്തു? കരുവാരക്കുണ്ടിൽ ഒരു ഓഡിറ്റോറിയത്തിൽ യോഗം വിളിച്ചു. 300 ആളുകൾ